പ്രിയമുള്ളവരെ, അങ്ങനെ ഘോഷയാത്രയ്ക്ക് ഇവിടം തുടക്കം കുറിക്കുകയാണ്. മാമ്പറ പാറക്കല്ല് റൂട്ടിൽ നിന്നാണ് ഘോഷയാത്രയ്ക്ക് ആരംഭം കുറിച്ചത്. അവരുടെ കഠിന പ്രയത്നം കൊണ്ട് അവർക്ക് നേടാനായ ട്രോഫികൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അഭിമാനത്തോടുകൂടെ കേരളത്തിലെ എഡ്യൂക്കേഷൻ സിറ്റിയിൽ 2ാം സ്ഥാനം നേടിയെടുത്ത കടുങ്ങാത്തുകുണ്ടിനെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ജാഥ മുന്നോട്ടു പോവുകയാണ്. അവർക്ക് സ്വീകരണം നൽകിക്കൊണ്ട് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് വയ്യരികിൽ ധാരാളം ആളുകൾ കാത്തിരിക്കുന്നു. കടുങ്ങാത്തുണ്ട് തായ് ഭാഗത്ത് പോയി അവരുടെ സ്കൂളും ലക്ഷ്യം വെച്ച് ഘോഷയാത്ര പാറമ്മൽ റോഡിലൂടെ കടന്നു വരുന്ന കാഴ്ചകളാണ്. കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷന്റെ മുന്നിലൂടെയുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരൽപ്പം കൂടി മുന്നോട്ട് പോയാൽ അവരുടെ വിദ്യാലയത്തിൽ എത്തിച്ചേരും. ഇവിടുത്തെ പൂർവിക വിദ്യാർത്ഥിയും കൂടെ ആയിരിക്കുന്ന സ്ഥലം MLA കുർക്കുളി മൊയ്തീൻ സാഹിബ് ഈ ഒരു പരിപാടിയിൽ കുട്ടികൾ നേടിയെടുത്ത അഭിമാന മുഹൂർത്തത്തിൽ പങ്കാളിയാകാൻ വേണ്ടി കടന്നു വരുന്നുണ്ട്. അദ്ദേഹം വന്ന് കുട്ടികൾക്ക് അവർ നേടിയെടുത്ത സമ്മാനങ്ങളൊക്കെ കൈമാറുന്നതും ഈ സ്കൂളുമായിട്ട് ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ HM-നും ഇവിടുത്തെ PTA പ്രസിഡന്റിനും അതുപോലെ തന്നെ ഈ സ്കൂൾ ലീഡർക്കും സംസാരിക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കളർഫുള്ളായ കാഴ്ചകളാണ് തൊട്ടുപുറകിലായിട്ട് കടന്നു വരാനുള്ളത്. മേളകളിലെ 60 സ്കൂളുകളിലെ കൊല്ലക്കൊണ്ടന്മാരെ മുട്ടുറപ്പിച്ച നമ്മുടെ സ്കൂളിലെ അഭിമാന താരകങ്ങളിതാ. അങ്ങനെ വിജയാഘോഷ പ്രകടനം അവരുടെ സ്കൂൾ ഗേറ്റും കടന്ന് സ്കൂൾ കോമ്പൗണ്ടിലേക്ക് കടക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. മേളകളിൽ ഒന്നിനൊന്ന് വിജയങ്ങൾ നേടിയ കായിക മേളകളിലെ അഭിമാന താരങ്ങൾ UP വിഭാഗം ചാമ്പ്യന്മാർ, ഹൈസ്കൂൾ വിഭാഗം അറബിക്കല ചാമ്പ്യന്മാർ, UP വിഭാഗം ഹൈസ്കൂൾ വിഭാഗം ഓവറോൾ ചാമ്പ്യന്മാർ, ഈ സ്കൂളിന്റെ അഭിമാന താരകങ്ങൾ. തൊട്ടുമുമ്പായി നിങ്ങൾ കണ്ടത് അവർ നേടിയെടുത്ത നേട്ടങ്ങളിൽ ആ സ്കൂൾ ഒറ്റക്കെട്ടായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ വിദ്യാർത്ഥികൾ എന്തുമാത്രം ആഘോഷത്തിലാണ്, സന്തോഷത്തിലാണ് എന്നുള്ള കാഴ്ചകളൊക്കെയാണ് മാന്യ പ്രേക്ഷകർ ഇവിടെ കണ്ടത്. തുടർന്ന് വരാനുള്ള കാഴ്ചകളിലൂടെ അവർക്കുള്ള സമ്മാനദാനം, അതുപോലെ തന്നെ ഇവിടുത്തെ സ്ഥലം MLA വരുന്നുണ്ട്. MLA എന്ന ആ ഒരു പട്ടം മാറ്റിവെച്ച് ഈ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നൊരു അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ ഒരു വേദിയിലേക്ക് കടന്നു വന്നത്. കുട്ടികളെല്ലാം ഇവിടെ സ്കൂളിന്റെ ഉള്ളിലുള്ള ഓഡിറ്റോറിയത്തിൽ സമ്മാനദാന ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടിയും അത് കൈപ്പറ്റുന്നതിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാഴ്ചകളാണ് മാന്യ പ്രേക്ഷകർ ഇവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. Got too little time, I'ma live up. Head down, push forward through the tough times. Cause anything worth doing is a tough climb. And I ain't gonna give up. Got too little time, I'ma live up. Head down, push forward through the tough times. ഈ സ്കൂളിൻ്റെ HM സിനി ടീച്ചർ സ്വാഗതം ആശംസിക്കുകയാണ്.
പ്രഭാഷണങ്ങളൊന്നും ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ആകാംക്ഷയോടെ കുട്ടികൾ കാത്തിരിക്കുകയാണ് സമ്മാനദാന ചടങ്ങിന് വേണ്ടി. അടുത്തതായിട്ട് ഇവിടുത്തെ PTA പ്രസിഡന്റ് AP മുസ്തഫ അധ്യക്ഷ പ്രഭാഷണം നടത്തുകയാണ്. അടുത്തതായി അവർ നമ്മോട് മനസ്സ് തുറക്കുന്നു. ഈ വർഷം വളരെ അഭിമാനാർഹമായ വിജയമാണ് കൽപ്പകഞ്ചേരി GVHSSന് നേടാൻ സാധിച്ചത്. UP ഹൈസ്കൂൾ അറബിക് കലോത്സവത്തിൽ ഓവറോൾ കിരീടവും UP ഹൈസ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പും ജനറൽ കലോത്സവത്തിൽ UP വിഭാഗത്തിൽ ചാമ്പ്യന്മാരാകാനും നമ്മുടെ സ്കൂളിന് സാധിച്ചു. മറ്റ് എയ്ഡഡ് സ്കൂളുകളെ അടക്കം പിന്നിലാക്കിക്കൊണ്ടാണ് ഈ ഗവൺമെൻറ് സ്കൂൾ ഈ നേട്ടം കൈവരിച്ചത്. ഇതിന് കുട്ടികൾക്ക് പരിശീലനം നൽകാൻ കൂടുതൽ അധ്യാപകർ തന്നെയാണ് നേതൃത്വം കൊടുത്തത്. അധിക പണം മുടക്കില്ലാതെ തന്നെ കുട്ടികളെ കലോത്സവത്തിന് വേണ്ടി തയ്യാറാക്കാൻ അധ്യാപകർക്ക് സാധിച്ചു. ഇക്കാര്യത്തിലും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഒത്തൊരുമിച്ച പ്രവർത്തനം കൊണ്ടാണ് ഞങ്ങളുടെ വിദ്യാലയം ഈ മികച്ച നേട്ടം കൈവരിച്ചിട്ടുള്ളത്. ഇന്ന് വളരെയധികം സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. GVHS കൽപ്പകഞ്ചേരി സ്കൂളിൻ്റെ സ്കൂൾ ഇടുന്ന നിലയിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണെന്ന്. വളരെയധികം ഓവറോൾ അറബിക് UP ഹൈസ്കൂൾ ഓവറോൾ കിരീടങ്ങൾ അറബിക്കിൽ ഞങ്ങൾക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ജനറൽ UPയിൽ ഓവറോൾ കിരീടം നേടാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. വളരെയധികം സന്തോഷത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. അതിനുവേണ്ടി ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചത് ഇവിടുത്തെ അധ്യാപകരും കുട്ടികളുമാണ്. ബാക്കിയുള്ള സ്കൂളുകളൊക്കെ വളരെയധികം ക്യാഷൊക്കെ മുടക്കി പരിശീലകരെ വെച്ച് പരിശീലിപ്പിച്ചപ്പോൾ ഇവിടുത്തെ ടീച്ചർമാർ തന്നെ അതിനുള്ള റിസ്ക് അവർ പഠിപ്പിക്കുന്നതോടൊപ്പം കുട്ടികളെ ഈ പരിശീലിപ്പിക്കുകയും ചെയ്ത് അത് വളരെയധികം എനിക്ക് ഈ സ്കൂളിനെ പറ്റി വളരെയധികം ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഇങ്ങനെ ഒരു ഗവൺമെൻറ് സ്കൂളിൻ്റെ പരിമിതികളിൽ നിന്നും ഞങ്ങൾ ഏറ്റവും നല്ലൊരു നേട്ടമാണ് ഇവിടെ കരസ്ഥമാക്കിയിട്ടുള്ളത്. ഞാൻ അതിനുവേണ്ടി എൻ്റെ ഒപ്പം നിന്ന ടീച്ചർമാർക്കും പിന്നെ ഞങ്ങൾ വിദ്യാർത്ഥികൾക്കും നന്ദി പറയുകയാണ്. താങ്ക് യു. ഈ സ്കൂൾ ലീഡർ ആണല്ലോ, അത് പരിചയപ്പെടുത്തിയില്ല, പേരൊന്ന് പറയും. എൻ്റെ പേര് മനാൽ ആയിഷ. ഞാനിവിടെ 10C ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അമ്പലപ്പുഴ പാടാം അല്ലേ? അമ്പലപ്പുഴ കയ്യടിക്കേ. അമ്പലപ്പുഴ ഉണ്ണി കണ്ണനോടു നീ ഇത് കൽപ്പകഞ്ചേരി സ്കൂളിന്റെ PTA പ്രസിഡന്റ് ആണ്. അദ്ദേഹം ആദ്യമായിട്ട് പാട്ട് പാടാം. എന്തിനാ പാടിയെന്ന് വെച്ചാല് ഇന്ന് ഇവിടുത്തെ കുട്ടികള് അദ്ദേഹമാണുള്ള ഈ സ്കൂളിന്റെ PTA പ്രസിഡന്റ്. അത്രയേറെ സന്തോഷത്തിലാണ് കുട്ടികളുള്ളത്. അപ്പൊ ആ സന്തോഷം അടക്കി വെക്കാൻ സാധിക്കാതെ ഇവിടുത്തെ PTA പ്രസിഡന്റ് മുസ്തഫ ഭായി നല്ലൊരു പാട്ട് പാടിയാണ്. എന്താണ് ഈ കുട്ടികൾ നേടിയ ഈ അഭിമാനകരമായ നേട്ടത്തെ കുറിച്ച് വളരെ സന്തോഷമുണ്ട്. കാരണം ഒരുപാട് അവരുടെ അധ്വാനമുണ്ട് ഇങ്ങനെ ഒരു വിജയം നമ്മുടെ സ്കൂളിന് കൈവരിച്ചത്. അതിൽ അധ്യാപകർക്കും അവരും ഒരുപാട് പ്രയത്നിച്ചിട്ടാണ്. കാരണം നമ്മളൊരു സർക്കാർ സ്കൂളാണ്, അതുകൊണ്ട് തന്നെ ഫണ്ടിന്റെ ഒക്കെ വലിയ പ്രശ്നങ്ങളുണ്ട്. പിന്നെ എല്ലാവർക്കും അറിയാം ഏറ്റവും പാവപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ്. ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഇത്രയും വലിയൊരു വിജയം ഈ സ്കൂളിന് ഈ മക്കളെ കൈവരിച്ചു. ഇപ്പോൾ വേദിയിലേക്ക് കടന്നു വരുന്നത് ഇവിടുത്തെ സ്ഥലം MLA കുർക്കോളി മൊയ്തീൻ സാഹിബാണ്. അദ്ദേഹം ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി എന്നൊരു അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇവിടെ ഈ ഒരു പരിപാടിയിൽ കുട്ടികളുടെ പരിപാടിയിൽ അവർ നേടിയെടുത്ത അഭിമാനപരമായ നേട്ടങ്ങൾ ആസ്വദിക്കുന്നതിന് വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഈ വേദിയിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അവർക്കുള്ള സമ്മാനങ്ങൾ കൈമാറുന്ന കാഴ്ചകളൊക്കെയാണ് ഇവിടെ മാന്യപ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സമ്മാനദാന ചടങ്ങിന് ശേഷം ഇത് പൂർത്തിയാകുന്നതോടുകൂടെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യും. വീഡിയോയെക്കുറിച്ചുള്ള വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുത്. ഇത്തരം വാർത്തകൾ കൂടുതൽ അറിയുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി വീഡിയോ ഷെയർ ചെയ്യാനും മറന്നു പോകരുത് എന്ന് ഓർപ്പെടുത്തിക്കൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്. ജയ് ഹിന്ദ്.